രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിനെതിരായ മുഖ്യമന്ത്രിയുടെ കടന്നാക്രമണം തെരഞ്ഞെടുപ്പ് ദിനത്തിലെ അജണ്ട തന്നെ നിശ്ചയിക്കുന്നതായി തീർന്നു. കോൺഗ്രസിലെ സ്ത്രീ ലംബടന്മാർ എന്താണ് ചെയ്യുന്നതെന്ന രൂക്ഷ പരിഹാസം മുഖ്യമന്ത്രി തൊടുത്തുവിട്ടു. PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രതിരോധം. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം, യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ, അവര് നാടിനു മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളണം. വെൽ ഡ്രാഫ്റ്റഡ് കോൺഗ്രസിനെതിരായ മുഖ്യമന്ത്രിയുടെ കടന്നാക്രമണത്തെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. സമീപകാലത്ത് കോൺഗ്രസിനെ ഏറ്റവും പ്രതിരോധത്തിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തെരഞ്ഞെടുപ്പ് ദിനം തന്നെ ഉപയോഗിച്ച് രാഷ്ട്രീയ അജണ്ട കിറുകൃത്യമായി നിശ്ചയിക്കാൻ ഇതിലൂടെ മുഖ്യമന്ത്രിക്കും CPIM-നുമായി തീർന്നില്ല. ഇപ്പോൾ വന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വന്നേക്കാമെന്ന മുന്നറിയിപ്പും മുഖ്യമന്ത്രി കോൺഗ്രസിന് നൽകി. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ആക്രമണത്തിൽ ആദ്യം പകച്ചുപോയ കോൺഗ്രസ് CPIM സഹയാത്രികനായ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച് തിരിച്ചടിച്ചു. മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തതെന്ത്? അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ മുൻ CPM-ന്റെ MLA PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയത് നവംബർ 27-ാം തീയതി. പരാതി പോലീസിന് നൽകിയത് ഡിസംബർ 2-നാണ്. കേസെടുത്തത് ഡിസംബർ 8-നാണ്. വിദ്യാസമ്പന്നയായ ഒരു യുവതി കൊടുത്ത കേസ് എന്തുകൊണ്ടാണ് 13 ദിവസം പൂർത്തിയായിട്ട് മറുപടി പറയണ്ടേ? സ്ത്രീ പീഡകരെ പാർട്ടി കോടതിയിൽ വിചാരണ ചെയ്ത് പദവികൾ കൊടുത്തയാളാണ് മുഖ്യമന്ത്രിയെന്ന് രമേശ് ചെന്നിത്തലയും മറുപടി നൽകി. ഒരു മുൻ MLA 2 ആഴ്ചയായി അദ്ദേഹത്തിനെതിരെ ഒരു നടി പരാതി കൊടുത്തിട്ട് കൈവച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ വർത്താനം പറയുന്നത്. കേരളത്തിൽ സ്ത്രീപീഡനം ഉണ്ടാകുമ്പോഴൊക്കെ അവരെ പാർട്ടി കോടതിയിൽ വെച്ച് വിചാരണ നടത്തുന്ന മുഖ്യമന്ത്രിയാണ് ഈ വലിയ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരാമർശമാണ് ആദ്യഘട്ട പോളിംഗ് ദിനത്തെ സജീവമാക്കിയത് എങ്കിൽ രണ്ടാം ഘട്ടത്തെ ആളിക്കത്തിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ കേസാണ്. CPIM ആഗ്രഹിച്ചതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും ആ വഴിയിലൂടെ തന്നെ നടന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.